അപ്പോൾ സമാധാന ശ്രമങ്ങൾക്കിടെ ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും വെടിവെപ്പ്. ഇറാന്റെ എണ്ണക്കപ്പലുകൾക്ക് നേരെ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തി. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിന് സമീപം സമുദ്രത്തിൽ വൻ എണ്ണ ചോർച്ച കണ്ടെത്തിയിട്ടുണ്ട്. ഹോർമസ് കടലിടുക്കിലെ ഇറാന്റെ നീക്കങ്ങൾക്കെതിരെയുള്ള UN പ്രമേയത്തിൽ അമേരിക്ക വിട്ടുവീഴ്ച ചെയ്യും. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ്. അവിടുത്തെ ഗുഡ് ഈവനിങ്. അപ്പോൾ ഹോർമൂസിൽ സമാധാനം ഇപ്പോൾ പുലരും എന്ന് കരുതും. അപ്പോൾ വെടിപൊട്ടും. അത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ സൈനിക നടപടി നിർത്തിയെന്ന് അമേരിക്ക പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും സമാധാനം പുലരുന്നു, പിന്നെയും വെടിപൊട്ടും. സമാധാനം അകലെയാണോ വച്ചിട്ട? ഗുഡ് മോർണിംഗ് ഹാഷ്മി, പ്രവിത. സമാധാനം അടുത്തു വരുന്നുണ്ട്. അമേരിക്ക സമർപ്പിച്ച പുതിയ ഈ കരാറിൽ ഇറാന്റെ പ്രതികരണത്തിനായി കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് കാത്തിരിക്കുകയാണ് അമേരിക്ക. ഇന്ന് ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് ഇറ്റലിയിൽ വെച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അവിടെയായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി. അതുപോലെ ഈ മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ അൽത്താനി ഇപ്പോൾ വാഷിംഗ്ടണിലുണ്ട്. ഇന്ന് രാവിലെ അദ്ദേഹം US വൈസ് പ്രസിഡന്റ് JD വാൻസുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം അമേരിക്കയുടേത് അതൊരു സമ്മർദ്ദ തന്ത്രമാണോ അതോ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ ആരെങ്കിലും ബോധപൂർവം ഈ യുദ്ധത്തിലേക്ക് ചാടിക്കുകയാണോ എന്നൊരു സംശയമുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറയുന്നുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ പതാക ഏന്തിയ 2 എണ്ണക്കപ്പലുകൾക്ക് നേരെ അമേരിക്കൻ സൈന്യം വെടിവെച്ചതായിട്ടുള്ള വാർത്തയും വരുന്നുണ്ട്. ഈ ഉപരോധം ലംഘിച്ച് ഇറാൻ തുറമുഖത്ത് കപ്പലുകൾ അടുപ്പിക്കാൻ ശ്രമിച്ചതാണ് ഇത്തരമൊരു പ്രകോപനത്തിന് കാരണമെന്നാണ് US സൈന്യം പറയുന്നത്. അതേസമയം നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമാണ് ഖാർഗ് ഐലൻഡ്. അവിടെ വലിയ തോതിൽ എണ്ണ ചോർച്ച സമുദ്രത്തിൽ കണ്ടെത്തി എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. വ്യാഴാഴ്ച രാവിലെയാണ് ഈ ചോർച്ച കണ്ടെത്തിയത്. ഇതുവരെ 80,000 ബാരലിലധികം ക്രൂഡ് ഓയിൽ ഈ കടലിലേക്ക് ഒഴുകിയതായിട്ടാണ് ഈ സമുദ്ര ഗവേഷണ ഏജൻസിയായ വിൻവാർഡ് AI പറയുന്നത്. അതുമാത്രമല്ല, ഈ മലിനീകരണം ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയൊരു പരിസ്ഥിതി ഭീഷണി ഉയർത്തും. വരും ആഴ്ചകളിൽ ഈ എണ്ണപ്പടലം UAE, ഖത്തർ, സൗദി തുടങ്ങിയ രാജ്യങ്ങളുടെ തീരങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. അഷ്മി, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മളിങ്ങനെ ഈ ഹോർമൂസ് കടലിടുക്കിന്റെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ അതീവ രഹസ്യമായിട്ട് ഒരു എണ്ണക്കടത്ത് നടന്ന ചില വിവരങ്ങളോടെ വരികയാണ്. അതാരുമല്ല, UAE ആണ് അതീവ രഹസ്യമായി വൻതോതിൽ എണ്ണ കയറ്റുമതി ചെയ്ത് അതുപോലെ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും ഒക്കെ ഈ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. 4 കൂറ്റൻ ടാങ്കറുകളിലായി ഏകദേശം 60 ലക്ഷം ബാരൽ എണ്ണയാണ് UAE ഈ സമയത്ത് ഈ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുമ്പോൾ ഗൾഫ് ടെർമിനലിൽ നിന്ന് പുറത്തെത്തിച്ചത്. ഇതിന് ഡാർക്ക് സീലിംഗ് എന്നാ പറയുന്നത്. വളരെ അപകടകരമായ ഒരു മാർഗമാണ്. കപ്പലിൽ വെച്ച് തന്നെ മറ്റൊരു കപ്പലിലേക്ക് മാറ്റുന്ന ഷിപ്പ് ടു ഷിപ്പ് എന്ന് പറഞ്ഞ ഒരു രീതിയിലൂടെയാണ്. ഇതിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് US ഉപരോധം മറികടക്കാനായിട്ട് ഇറാൻ സാധാരണ ഉപയോഗിക്കുന്ന അതേ തന്ത്രം അത് തന്നെയാണ് ഇപ്പോൾ UAE അവർക്കെതിരെ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. ഹാഷ്മി, പ്രവിധ. ഓക്കെ, താങ്ക് യു മോജോട്, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.